ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരുടെയും പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? എൻ്റെ വളരെ നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എടുത്തിരിക്കുന്നത് SCERTയുടെ നമ്മളുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ കുറച്ച് ബാക്കിൽ കുറച്ച് നമുക്കിങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും അതുപോലെ പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് വായിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴോ വായിച്ച് വിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അതാണ് നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? വളരെ നന്നായിട്ട് പോകുന്നുണ്ടോ? നമ്മുടെ KASൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ തന്നെ പേടിയാവുകയാണ്. കാരണം 184ഓളം പേജുണ്ട് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. പഠിക്കുന്നവർ നന്നായി തന്നെ പഠിക്കുക. ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും KS ഒന്നും നോക്കുന്നില്ല, ജസ്റ്റ് എഴുതുമായിരിക്കും. ഓക്കെ, അറ്റൻഡ് ചെയ്ത് വിടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുമായിരിക്കും. അല്ലാതെ അതിനപ്പുറം പഠിച്ച് എഴുതുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം അത്രയും വലിയ പരീക്ഷകൾ എഴുതാൻ മാത്രം ഇപ്പം എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ വളർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എഴുതും എന്തായാലും, പക്ഷേ പഠിച്ചെഴുതുമോ എന്നുള്ളത് സംശയമാണ്. ഓക്കെ, അപ്പോൾ പഠിക്കുന്നവർ നന്നായി തന്നെ പഠിക്കുക. നല്ലൊരു അവസരമാണ് എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ നല്ല രീതിയിലല്ലേ നമുക്ക് ഒരു 77,000 മുതൽ 1.5 ലക്ഷം വരെയൊക്കെയാണ് സാലറി സ്കെയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റൊക്കെ പോലെ തന്നെ ആ സിലബസും കാര്യങ്ങളൊന്നും അല്ല, അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് പരീക്ഷ. പക്ഷേ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അതിലോട്ട് നിങ്ങൾ എത്തും. ഓക്കെ, അപ്പോൾ എനിക്ക് KSനെ കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ KS പരീക്ഷയ്ക്ക് എന്തായാലും പഠിക്കുകയും അതുപോലെ തന്നെ ആ എക്സാമിന് വേണ്ടിയിട്ട് നോക്കുകയും ചെയ്യുന്നത് എന്തായാലും കേരളത്തിൽ നിന്നും UPSCക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാരായിരിക്കും മുൻപന്തിയിൽ ഉണ്ടാവുക. ഓക്കെ, ഞാൻ ഒരിക്കലും ഡീമോട്ടിവേറ്റ് ചെയ്യല്ല കേട്ടോ, പക്ഷെ എന്നാലും പറയേണ്ട കാര്യങ്ങൾ പറയണമല്ലോ. അതായത് നമ്മളുടെ UPSCയിലേക്ക് എഴുതുന്ന ആൾക്കാർ, ഓക്കെ, നിങ്ങൾ ഈ കഴിഞ്ഞ KS എക്സാമൊക്കെ കഴിഞ്ഞ സമയത്ത് ഈ എക്സാമിൻ്റെ അതിൽ എഴുതി ജയിച്ചിട്ടുള്ള ആൾക്കാരുടെ ഇൻ്റർവ്യൂസ് കണ്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല, പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ആ സമയത്ത് ഈ ഇൻ്റർവ്യൂസ് കാണുന്നത്, ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂസ് കാണുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇങ്ങനെ അതിൽ ഓരോ UPSCയിൽ ജയിച്ച ആൾക്കാർ, അതുപോലെ തന്നെ KS പോലുള്ള പരീക്ഷകളിൽ ജയിച്ച ആൾക്കാർ, അതുപോലെ നമ്മളുടെ ഇങ്ങനെ ഓരോ എക്സാമിൽ ജയിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവരുടെ കാര്യങ്ങൾ ഞാനിങ്ങനെ ഇത് കാണും, ഇൻ്റർവ്യൂ ഞാനിങ്ങനെ കാണും. അപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് ഇങ്ങനെ അവർ പറയുന്നുണ്ടായിരുന്നു, അതായത് അതിൽ ആ സംസാരിച്ചിട്ടുള്ള ആൾക്കാരിൽ ഒരു 85 or 90% ആൾക്കാരും UPSC ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. UPSC ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പഠനം നിർത്തിയ ആൾക്കാർ, പിന്നെ അല്ലെങ്കിൽ UPSC മതിയായി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ KS പോലുള്ള പരീക്ഷകൾ എഴുതുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ സാധാരണ PSC മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന് പറയുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ചെറിയൊരു കാര്യമല്ല, അതായത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. പഠന രീതിയാണെങ്കിലും ശരി, അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ശരി, പ്രിലിംസ് മെയിൻസ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് സാധാ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ആ ഒരു സംഭവം ഇതുപോലെ തന്നെയാണല്ലേ, പ്രിലിംസ് മെയിൻസ് ഇൻ്റർവ്യൂ എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതിനേക്കാളും എത്രയോ മടങ്ങ് ടഫും എത്രയോ മടങ്ങ് നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങി പഠിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. കാരണം ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ല വരുന്നത്, ഡിസ്ക്രിപ്റ്റീവാണ് എക്സാം വരുന്നത് അല്ലേ. പ്രിലിംസ് ഒഴിച്ച് ബാക്കിയൊക്കെ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പഠിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ തുടങ്ങുക. കാരണം ഇതുപോലുള്ള പരീക്ഷകളിലേക്ക് ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഇതൊക്കെ വേഗം വരും. അതായത് പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസ് കഴിഞ്ഞ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിയമനം മാത്രമാണ് ഇവർക്ക് മെല്ലെ ഉള്ളൂ, ബാക്കിയെല്ലാം ഇവർ വേഗം ഇവർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പഠിക്കണം എന്നുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് തുടങ്ങിക്കോളുക. ഓക്കെ, ഇതിൻ്റെ കോച്ചിങ് സെൻറ്ററുകളും കാര്യങ്ങളെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ശരി, നമ്മൾ യൂട്യൂബിലാണെങ്കിലും ശരി, നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ഓക്കെ, അതായത് ഓരോന്ന് ഓപ്പൺ ആയിട്ടുണ്ട്, അവിടെ ഇവിടെ ചേരൂ എന്നുള്ള രീതിയിൽ ഓരോന്നിങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിൽ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതായിരിക്കും KS എക്സാമിന് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഇതിൻ്റെ സിലബസും കാര്യങ്ങളും നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഇതിൻ്റെ നോട്ട്സ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ കുറച്ച് എനിക്ക് സംശയമാണ്. അപ്പോൾ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിൽ പഠിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള പരീക്ഷകൾ കേട്ടോ, അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഈ എക്സാം അത്രയും വലിയൊരു എക്സാം ആണല്ലോ, അതുപോലെ തന്നെ മാർക്കും കാര്യങ്ങളാണെങ്കിലും വലുത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിൽ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ KSനുള്ളവരെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴൊന്നും ആയിരിക്കില്ല പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവുക കേട്ടോ. അവരൊക്കെ കഴിഞ്ഞ ആ ഒരു സമയം KS കഴിഞ്ഞ ആ ഒരു വർഷം മുതലൊക്കെ തന്നെ പഠിച്ച് തുടങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ UPSCയുടെ ആൾക്കാരായിരിക്കും ഇതിൽ കൂടുതൽ മാറ്റിവെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ടഫ് കോമ്പറ്റീഷൻ തന്നെയായിരിക്കും. ഒരുപാട് നിയമനങ്ങളൊന്നും LDC പോലെയോ അല്ലെങ്കിൽ നമ്മളുടെ ബാക്കിയുള്ള എക്സാമുകൾ പോലെയൊന്നും നടക്കുന്ന ഒരു പരീക്ഷയോ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ
രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇതിലോട്ട് നിൽക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എക്സാമുകളിലേക്ക് നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും തൽക്കാലം ഇത്ര വലിയൊരു പരീക്ഷ എഴുതാൻ മാത്രം ഞാൻ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ചെറിയ എക്സാം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു 10th ലെവൽ. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ജോലിയാണ് ആവശ്യം. ആ ജോലിയിൽ കയറിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാമെന്നാണ് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു ജോലി, അതായത് VFA അല്ലെങ്കിൽ ബെബ്കോ LD അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പോലുള്ള ഏതെങ്കിലും ഒരു പരീക്ഷ നോക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ആഗ്രഹം. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ വേറെ നോക്കാനായിട്ട് ഇപ്പോൾ ആലോചിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ പഠിച്ചു തുടങ്ങുന്നവർ വളരെ നന്നായി തന്നെ പഠിക്കുക. ഓക്കെ, ടെൻഷൻ ഇല്ലാതെ പഠിക്കുക കേട്ടോ. എന്തായാലും നിങ്ങൾക്കൊരു കറക്റ്റായിട്ടുള്ളൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളതിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നന്നായി പഠിക്കാനായിട്ട് നോക്കുക. വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ 500ഓളം ചോദ്യങ്ങളാണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 500ഓളം ചോദ്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മളുടെ 2024 വരെ ചോദിച്ചിട്ടുള്ളതും 2024 മുഴുവനായിട്ട് ഞാനിതിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് വേണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു വീഡിയോ ഞാനപ്പോൾ അത് ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരും ആവശ്യമുള്ളവരും പോയി കാണുക, എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരുപാട് പരീക്ഷകളിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണാത്തവർ കാണുക കേട്ടോ, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. കാരണം എനിക്കും കൂടെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കും നാളെ എക്സാം വല്ലതും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ക്വസ്റ്റ്യൻ പേപ്പറുകൾ തപ്പിയിട്ട് എനിക്ക് പുറത്തു പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ അതൊരു ഉദ്ദേശത്തോടു കൂടിയും ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്നുള്ളൊരു ഇതോട് കൂടിയിട്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി നോക്കുക, ഞാൻ അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കാണാത്തവർ കാണാം. അപ്പോൾ ഇനി അടുത്തത് മലയാളം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിതും തോന്നുന്നു ഇത് നല്ലൊരു എമൗണ്ട് ഉണ്ട് കേട്ടോ. അതായത് ഒരു 500ൻ്റെ അടുത്ത് തന്നെ ഇതും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് എല്ലാവർക്കും ഉപകാരപ്പെടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചാപ്റ്റേഴ്സ് മീൻസ് ഓരോ ടോപ്പിക്ക് തിരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്, അല്ലാതെ ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് പോകുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് എന്തായാലും ഉപകാരപ്പെടുന്ന എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണാത്തവർ കാണുക. മലയാളത്തിൻ്റെ എനിക്ക് തോന്നുന്നു മറ്റന്നാളൊക്കെ ആയിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. നാളെ പറ്റില്ലെങ്കിലും മറ്റന്നാളൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കാണാത്തവർ കാണുക, ആവശ്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഞാനും കൂടെ പഠിക്കുന്നത് കൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ തരുന്നത്. കാരണം എനിക്ക് ഇങ്ങനെയുള്ളതാണ് ആവശ്യം. കാരണം അല്ലാതെ ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നമ്മളത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇട്ടിട്ട് കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ പഠിച്ചാൽ മതി. അപ്പോൾ ഞാൻ എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ സെക്ഷൻസ് തിരിച്ച് ഞാൻ പഠിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടെ ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കാണാത്തവർ കാണുക, മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് പഠിക്കുന്നത്. അതായത് എൻ്റെ പഠനം ഒരു സൈഡ്, അതുപോലെ തന്നെ യൂട്യൂബ് ഒരു സൈഡ്. യൂട്യൂബ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ സ്റ്റഡി വ്ളോഗും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഇടുന്നത്. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ളവർ എടുത്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇത് ചുമ്മാ ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പട്ടികകൾ, അതുപോലെ നഗരപരിപാലിക, നമ്മളുടെ പഞ്ചായത്ത് രാജ് കാര്യങ്ങൾ ഇത് കണ്ടില്ല, ഇതൊക്കെ പഠിച്ച് കഴിഞ്ഞതാണ്. പക്ഷേ എന്നാലും നമുക്കൊന്ന് ഇടയ്ക്ക് വായിച്ച് നോക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ ഇതാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മളുടെ ലിസ്റ്റുകൾ, അതുപോലെ കൺകറൻറ്റ് ലിസ്റ്റ് കാര്യങ്ങൾ, ഭാഷകൾ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് കുറച്ച് നേരം രാവിലെ കോൺസ്റ്റിറ്റ്യൂഷനാണ് കേട്ടോ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളാണ് ഇപ്പോൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഇത് എക്കണോമിക്സ് ആണ് കേട്ടോ. എക്കണോമിക്സ് ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പഴയ പോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കലൊന്നും ഇപ്പോൾ നടക്കുന്നില്ല കേട്ടോ. കാരണം ചൂടൊക്കെ തന്നെയാണ് റീസൺ. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പഠിക്കാൻ എപ്പോഴാണോ കുറച്ചൊന്ന് നമ്മളൊന്ന് ഓക്കെ ആവുന്നത് ആ സമയത്ത് ഇരുന്ന് പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ കണ്ടിന്യൂ ആയിട്ടിരുന്ന് പഠിക്കാനൊന്നും ഇപ്പോൾ പറ്റാറില്ല. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ നാട്ടിലോ എങ്ങനെയൊക്കെ ഉണ്ട് ചൂടും കാര്യങ്ങളൊക്കെ? പഠിക്കാനൊക്കെ എല്ലാവർക്കും പറ്റുന്നുണ്ടോ? എന്തായാലും എല്ലാം മാറ്റി വെച്ച് നമ്മളുടെ ആ ഒരു കുറച്ച് നമ്മളൊന്ന് ഓക്കെ ആവുന്ന ടൈം ഏതാണെന്ന് നോക്കിയിട്ടിരുന്ന് പഠിക്കുക കേട്ടോ. രാവിലെ പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ ഒന്ന് കുളിച്ചിട്ടൊക്കെ ഇരിക്കുക. കാരണം ഇപ്പോഴത്തെ ചൂടൊന്നും നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാലക്കാട് കൂടാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു പഠന രീതി എന്ന് പറയുന്നത്. രാവിലെ കുറച്ച് നേരം ഇരിക്കും,
ഒരു 11-12 മണി വരെ മാക്സിമം, അതിനപ്പുറത്തോട്ട് ഇരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അത് കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വൈകുന്നേരം ഒരു 5 മണി 6 മണി ആ ഒരു സമയത്തൊക്കെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ബാക്കിയുള്ള സമയങ്ങളിൽ ഒന്നില്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് അല്ല, നമ്മുടെ യൂട്യൂബ് ക്ലാസ്സസും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. ക്ലാസ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആരെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചതോ അല്ലെങ്കിൽ എൻ്റെ തന്നെ ഞാൻ ഇരുന്ന് കാണും. അതല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഏതെങ്കിലും ക്ലാസ്സോ കാര്യങ്ങളോ എന്തെങ്കിലും കാണാനുണ്ട്. അതായത് ഇങ്ങനെ നമ്മൾ വീഡിയോ ക്ലാസ്സസ് ആയിട്ട് കാണുന്ന സമയത്ത് അങ്ങനെ കുറച്ച് സമയം പോകും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ കണ്ടിന്യൂ ആയിട്ട് ഇരുന്ന് പഠിക്കലൊന്നും കാര്യങ്ങളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാവുന്നതുകൊണ്ട് നമ്മൾ നോക്കുന്നത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാനും കാര്യങ്ങളാണ്. പക്ഷേ അതിൻ്റെ ആഗ്രഹം ഉണ്ടെങ്കിലും അതിൻ്റെ നിയമനവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾ വീണ്ടും താഴോട്ട് പോകും. കാരണം വലിയ കാര്യമുള്ളൊരു ജോബൊന്നും അല്ല. പക്ഷേ എന്നാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും VFAയുടെയും അതുപോലെ തന്നെ BevCo-LD-യുടെയൊക്കെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ്. ഓക്കെ, അതിനിടയിൽ വീണ്ടും പഠിച്ച് നിർത്തി അവിടെ തന്നെ തുടങ്ങണം, വീണ്ടും പഴയ കാര്യങ്ങൾ വീണ്ടും പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ പഠിച്ചു പോകുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും പഠിക്കുക. ഓക്കെ, മാക്സിമം പഠിക്കുക. അപ്പോൾ ഇത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഞാനിതൊന്ന് കുറച്ച് നേരം ഒന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ചേച്ചി ഒരുപാട് നേരം മടുപ്പില്ലാതിരുന്ന് പഠിക്കുന്നതെന്നൊക്കെ. എനിക്കങ്ങനെ മടുപ്പില്ലായൊന്നുമില്ല കേട്ടോ. മടുപ്പൊക്കെ എല്ലാവർക്കും വരും. ഞാനും ഒരു 1 hour മാക്സിമം ഇരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോയി അങ്ങനെയൊക്കെ വരുന്ന ഒരാൾ തന്നെയാണ്. എനിക്കും പഠിക്കാനിരിക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ എനിക്കും ഉണ്ട്. ഓക്കെ, ഞാനും ഇപ്പം അങ്ങനെ എല്ലാം ഒറ്റയടിപ്പ് ഇരുന്ന് പഠിക്കുന്ന അങ്ങനെ ഒരു റോബോട്ടായിട്ടുള്ള ഒരാളൊന്നും അല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളും നമ്മൾ ആദ്യം റിയലൈസ് ചെയ്യുക, അതിന് ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തുക. പിന്നെ ഈ സോഷ്യൽ മീഡിയാസിൻ്റെയൊക്കെ ഉപയോഗമൊക്കെ കുറച്ച് കുറയ്ക്കുക. ഓക്കെ, എനിക്കത് എപ്പോഴും ചിലർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പഠിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ കുറച്ച് ഈ സോഷ്യൽ മീഡിയാസിൻ്റെയും കാര്യങ്ങളൊക്കെ കുറച്ച് കുറയ്ക്കുക. അത് പറയാനുള്ള റീസൺ എന്താണെന്നറിയോ? ഇപ്പം നമ്മുടെ നാട്ടിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലേ. അതായത് കുത്ത്, കൊല, വെട്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളും കുട്ടികളായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും അങ്ങനെ ഭയങ്കരമായിട്ട്, അതായത് നമ്മൾ ഒരു കാര്യത്തിൽ തന്നെ മണിക്കൂർ കണക്കിന് ഇരുന്ന് പോകാനായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ക്യൂരിയോസിറ്റി ഓവറാണ്. എനിക്കൊരു കാര്യത്തെക്കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ അത് മുഴുവനായിട്ടും അറിയാതിരുന്നു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഞാനൊരു 10 മണിക്ക് ഞാനൊരു ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ തുറന്നിട്ടൊക്കെ ഇന്നത്തെ ന്യൂസ് എന്താണെന്നുള്ളത് ഞാൻ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് വേഗം സ്ക്രോൾ ചെയ്ത് പോകുമായിരിക്കും. പക്ഷേ ഞാൻ പോവില്ല. ഞാൻ എന്താ ചെയ്യാമെന്നറിയോ? ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു ന്യൂസ് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ അടുത്തത് വേഗം ഓടുന്നത് യൂട്യൂബിലോട്ടായിരിക്കും. യൂട്യൂബിലോട്ട് പോയി അതിൽ ഓരോരുത്തർക്കും എന്താണ് പറയാനുള്ളത്, ഓരോ ഇൻഫ്ലുവൻസേഴ്സ് എന്തൊക്കെയാണ് പറയുന്നത്, അതിൻ്റെ പേരിൽ വന്നിരിക്കുന്ന ന്യൂസ് എന്താണ്, അതിൽ എന്തെങ്കിലും ഒരു കൊലപാതകമാണെന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് ആരെങ്കിലും ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിരുന്ന് കാണും. അതായത് 10 മണിക്ക് ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മിനിമം ഞാൻ 1 മണിക്ക് ആ ഫോൺ ഞാൻ താഴെ വയ്ക്കാറുള്ളൂ. ഇതെൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയണം. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിന്ന് പോകാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഡിസ്ട്രാക്ഷൻസ്, നമുക്ക് വരുന്ന ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ഓവർകം ചെയ്യുകയാണ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഈ സോഷ്യൽ മീഡിയ പോലെ തന്നെയാണ് നമ്മുടെ ഈ TV കാണുന്ന സ്വഭാവമുണ്ട് ചിലർക്ക്. സിനിമകൾ, സീരിയലുകൾ, നെറ്റ്ഫ്ലിക്സ് കാര്യങ്ങൾ, സീരീസ് കാര്യങ്ങൾ അങ്ങനെയുണ്ട്. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിന് വേണ്ട വഴി എന്താണെന്നുള്ളത് കണ്ടെത്തുക. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്നും വില്ലൻ സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫോൺ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളല്ല. പക്ഷേ സംടൈംസ് എനിക്ക് ഞാൻ ഫോൺ എടുത്തു കഴിഞ്ഞ് എനിക്ക് നിലത്ത് വയ്ക്കാൻ പറ്റാറില്ല. അപ്പോൾ ഞാൻ അത് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറേ LDCയുടെ സമയത്തൊന്നും ഞാൻ മൊബൈൽ കൈകൊണ്ട് തൊട്ടിട്ടില്ല കേട്ടോ. കൈകൊണ്ട് തൊടുക മീൻസ് എൻ്റെ ഇതൊക്കെ അൺഇൻസ്റ്റാൾഡ് ആയിരുന്നു. അതായത് നമ്മളുടെ ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ വാട്സാപ്പ് കാര്യങ്ങൾ, ഈ 2 ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും എൻ്റെ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. പിന്നെ യൂട്യൂബ് എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ അതിലാണ്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ അത് നോക്കിയിട്ടാണ് നമ്മൾ പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതെന്തായാലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നതുകൊണ്ട് മാത്രമാണ് അതൊന്നും ചെയ്യാതിരുന്നത്. ബാക്കിയുള്ള സമയത്തൊക്കെ ഞാൻ ഈ സോഷ്യൽ മീഡിയ ഞാനിങ്ങനെ നന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോഴുള്ള ആൾക്കാരിൽ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല, നല്ല രീതിയിൽ നമ്മുടെ ആ ഒരു ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് എവിടെയാണ് വീക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഇത് പോകുന്ന എവിടെയാണെന്നുള്ളത് നമ്മൾ
മനസ്സിലാക്കിയ ശേഷം അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ പഠിക്കുക. ഓക്കെ, പിന്നെ ഒരു കാര്യം, ഒന്നും ഈസി ആയിട്ട് പഠിക്കാൻ ഒരു മെത്തേഡ് ഇല്ല. ഓക്കെ, ഓരോ ടോപ്പിക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് ഈസി ആയിട്ട് പഠിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഈസി ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ഈസി ആയിട്ട് പഠിക്കാൻ ഒരു മെത്തേഡൊന്നും നമ്മുടെ കയ്യിലില്ല. നമ്മൾ ആകെ കൂടെ ചെയ്യേണ്ട എന്താണ്, നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് കുറച്ചായിട്ട് പഠിച്ചു തുടങ്ങുക. കുറച്ചായി പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മൾ പറയുന്നത് കേട്ടില്ലേ, മടിയൻ മല ചുമക്കും എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ആ ഒരു സംഭവം തന്നെയാണ്. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് നമുക്ക് വലിയൊരു ഇതായിട്ട് നമുക്ക് മാറാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, കുറച്ചായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങും. അപ്പോൾ അവിടെ പറയേണ്ട ഒരു ഇതെന്താണ്, നിത്യാഭ്യാസി ആനയെ ചുമക്കും അല്ലേ? അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നല്ല രീതിയിൽ കുറച്ചായിട്ട് മാത്രം നിങ്ങൾ പഠിച്ചു തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അത് ക്യാച്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയേൻ്റെ ഉപയോഗം കുറയ്ക്കുക. വേറെ ചിലവരുണ്ട് ഈ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ പുറത്ത് പോകുന്ന ബോയ്സിനൊക്കെ ആയിരിക്കില്ലേ കൂടുതൽ. എനിക്കൊക്കെ ഫ്രണ്ട് സർക്കിൾ വളരെ കുറവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പുറത്ത് പോക്ക് കാര്യങ്ങളില്ല. എൻ്റെ കേടുവരുത്തുന്നത് ഈ സോഷ്യൽ മീഡിയയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ചിലർ പുറത്ത് പോയി കറങ്ങുന്നതായിരിക്കും, ചിലർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മുടെ ഇതെവിടെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ പിന്നീട് നമ്മളത് ശരിയാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ വേറെ എന്താ പറയാനുള്ളത്, വേറെ എന്ന് പറയുന്ന സമയത്ത് പഠിക്കുന്ന കാര്യം ഇഷ്ടപ്പെട്ടിട്ട് പഠിക്കുക കേട്ടോ. അതല്ലാതെ വെറുതെ ചുമ്മാ നമ്മൾ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാതിരിക്കുക. അതുപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ പഠിക്കുക. ഒരു എക്സാം ടാർഗറ്റ് ചെയ്ത് പഠിക്കുക. ഏതാണ് എഴുതാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ അത് ടാർഗറ്റ് ചെയ്ത് പഠിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നിതപ്പോൾ ഭൂമിശാസ്ത്രം ഒന്ന് വായിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം പഠിക്കുന്നുണ്ടാവുമെന്ന്. ഒരിക്കലുമില്ല. വായിച്ചതുണ്ടോ അങ്ങനെ നമ്മൾ ഇത് വിട്ടിരിക്കുന്നത് കണ്ടോ, ഇത് ഇത്രയും നമ്മൾ വായിക്കും. എന്നിട്ട് എനിക്കിതിൽ ഓക്കെ ആണ്, ഓക്കെ ഇത് പഠിക്കണം, ഇത് കറക്റ്റാണെന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ പഠിക്കുകയുള്ളൂ. ഇത് ഭൂമിശാസ്ത്രത്തിൻ്റെ മാത്രം കാര്യമല്ല, വേറെ ഏത് ടോപ്പിക്ക് ഞാൻ എടുക്കുകയാണെങ്കിലും വായിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഓക്കെ ഇത് വരും അല്ലെങ്കിൽ ഇതാണ് എന്നുള്ളത് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ ഞാനത് പഠിക്കുകയുള്ളൂ. അല്ലാതെ ചുമ്മാ വായിച്ച് എല്ലാം പഠിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു റാങ്ക് ഫയൽ എടുത്തു കഴിഞ്ഞാൽ 40% മാത്രമേ നമുക്കതിൽ ആവശ്യമുള്ള കാര്യങ്ങളുള്ളൂ. ബാക്കി 60% അതിൽ ചുമ്മാ വരി വലിച്ച് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് ഏതാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം മാത്രം പഠിക്കുക. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമ്മുടെ സിലബസ് തീർക്കാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ ഞാൻ ജില്ലകളുടെയും സംസ്ഥാനങ്ങളുടെയും കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും വിട്ട് കളയുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഈ ജില്ലകളും സംസ്ഥാനങ്ങളും. അതായത് ഒറ്റ ദിവസം കൊണ്ടൊക്കെ ഇതങ്ങ് വായിച്ചു തീർക്കും. അല്ലാതെ ഇതിന് എക്സ്ട്രാ എഫേർട്ടും കാര്യങ്ങളും ഞാൻ കൊടുക്കാറില്ല. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ LDCയുടെ ടാലൻറ്റിൻ്റെ ഒരു റാങ്ക് ഫയലാണ്, പഴയതാണ് കേട്ടോ. അപ്പോൾ ഞാനിതും റെഫർ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കേരളമൊക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടോ ഇത്രയും എങ്ങാണ്ടുണ്ട് ഇതിൻ്റെയൊക്കെ, ഇത്രയല്ല ഇതിൽ കൂടുതലുണ്ട്. അപ്പോൾ ഇത്രയും പഠിക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ ആലോചിക്കുക എത്ര ടൈം നമുക്കിതിന് പോകും. അപ്പോൾ എന്താ ചെയ്യുക, നമ്മളെപ്പോഴും സെലക്റ്റഡ് ആയിട്ട് പഠിക്കുക. ഓക്കെ, സെലക്റ്റീവായിട്ട് പഠിക്കുക. എങ്ങനെ എന്താണ് വേണ്ടത് ഏതാണ് വേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് പഠിക്കുക. ഈ സംസ്ഥാനങ്ങളും കേരളമൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഇതിന് ടൈം കൊടുക്കാതെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും പഠിക്കുക നന്നായിട്ട്. ഇത് ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അതായത് നമ്മളുടെ ഇന്നത്തെ ഒരു പഠന രീതി എങ്ങനെ, ഇത് ഉച്ചവരെയുള്ളതേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ പിന്നെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി കുറച്ച് എടുത്തതാണ്. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എല്ലാവരും കാണുക. മലയാളം ഞാൻ എന്തായാലും 2 ദിവസത്തിനുള്ളിൽ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും. അപ്പോൾ മലയാളം വേണ്ടവർ അത് കാണുക. ഓക്കെ, നല്ല ഏറ്റവും പുതിയ ചോദ്യങ്ങളാണ് കേട്ടോ. ഒരുപാട് പഴയതും കാര്യങ്ങളൊന്നും അല്ല. 2024 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ 2023 കുറച്ച് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇതിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു.